എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിൽ നല്ല വേഷങ്ങൾ ലഭിച്ചിട്ടും ഒരു സൂപ്പർ താര പരിവേഷത്തിലേക്ക് എത്തപ്പെടാതെ പോയ നടനാണ് വിനീത്. 80കളിലെ പ്രണയനായകനായി വിലസിയ വിനീത് മോനിഷയ്ക്കൊപ്പമാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു ആക്ടർ എന്ന നിലയിൽ തന്നെ ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ളത് സംവിധായകൻ ഹരിഹരനാണെന്നും അദ്ദേഹമാണ് തന്നെ അഭിനയം പഠിപ്പിച്ചതെന്നും വിനീത് പറയുന്നു. നഖശതങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ താനും മോനിഷയും രണ്ട് മരക്കഷ്ണങ്ങളെ പോലെ ആയിരുന്നുവെന്നും അത് കൊത്തിമിനുക്കി ശില്പമാക്കിയത് ഹരിഹരൻ സാറാണെന്നും വിനീത് തുറന്നു പറയുന്നു. ഹരിഹരൻ സാർ അദ്ദേഹമാണ് എന്നെ അഭിനയം പഠിപ്പിച്ചത്. ഹരിഹരൻ സാറിന്റെ 8 സിനിമകളിൽ അഭിനയിച്ചു. നഖശതങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഞാനും മോനിഷയും രണ്ട് മരക്കഷ്ണങ്ങളെ പോലെയായിരുന്നു. അത് കൊത്തിമിനുക്കി ശില്പമാക്കിയത് ഹരിഹരൻ സാറാണ്. ഫാസിൽ സാറും ഭരതേട്ടനും പത്മരാജൻ സാറും കമൽ സാറും അരവിന്ദൻ സാറും എന്നിലെ നടനെ കൂടുതൽ മികച്ച രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തു. ഇവരുടെ എല്ലാം കരിയർ ബെസ്റ്റ് ചിത്രങ്ങളായിരുന്നു അതെല്ലാം. എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലാണ് അത്തരം കഥാപാത്രങ്ങളെല്ലാം എത്തിയത്. ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു വിനീതും മോനിഷയും. നഖശതം തുടങ്ങി 5ഓളം ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ച ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. വിനീത് മോനിഷയെ പ്രണയിച്ചിരുന്നു എന്ന ചോദ്യത്തിന് വിനീത് നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വിനീത് ഇങ്ങനെയാണ് പറയുന്നത്: തങ്ങളും പലപ്പോഴും പ്രണയത്തിലായിരുന്നു എന്ന വാർത്തകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. പലപ്പോഴും മോനിഷ ഇതിനെപ്പറ്റി തന്നോട് സംസാരിച്ചിട്ടുണ്ട്. തമാശയായി അവൾ പറയുമായിരുന്നു, ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നാൽ നമുക്ക് സീരിയസ് ആയി റൊമാൻസ് ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. മോനിഷ തന്റെ നല്ല സുഹൃത്തായിരുന്നു. ഏകദേശം ഒരേ പ്രായമായിരുന്നു ഞങ്ങൾക്ക്. കളിക്കൂട്ടുകാർ പോലെ ആയിരുന്നു സെറ്റിലൊക്കെ. അന്ന് ഷൂട്ടിംഗ് തുടങ്ങിയ പിന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആണ്. ഡയലോഗ് പഠിക്കണം, അടുത്ത സീനിന്റെ ടെൻഷൻ. ഇതിനിടയിൽ റൊമാൻസ് ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു. മാത്രമല്ല, സിനിമയിൽ അങ്ങനെയാണല്ലോ, 2ഓ 3ഓ ചിത്രങ്ങൾ ഒരുമിച്ച് ചെയ്താൽ പ്രണയമാണ്, ഉടനെ ഉണ്ട് എന്നൊക്കെ വാർത്തകൾ വരും. മോനിഷ മരിച്ചതോടെ ഒരു കലാകാരി ഇല്ലാതെ ആകുമായിരുന്നു. ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു അനുഭവമായിരുന്നു മോനിഷയുടെ മരണമെന്ന് വിനീത് കൂട്ടിച്ചേർത്തു. നമ്മുടെയൊക്കെ മനസ്സിൽ മോനിഷയെക്കുറിച്ച് നമുക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. നമുക്കൊരുപാട് സ്നേഹം തോന്നുന്ന ഒരു നടിയാണ് മോനിഷ. മരിച്ചു പോയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ഗോസിപ്പുകളൊന്നും അവരെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് നല്ലത് മാത്രമേ ഉള്ളൂ. അവർ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ എത്ര വയസ്സുണ്ടാകുമായിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും കണക്ക് കൂട്ടി ആ പ്രായം ഇപ്പോൾ മനുഷ്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എത്ര വയസ്സുണ്ടാകുമായിരുന്നു എന്ന് പ്രായം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണക്ക് കൂട്ടി പറയാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക.